ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ബിരിയാണിയൊക്കെ കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കിടിലൻ നോമ്പ് ബിരിയാണി റെസിപ്പിയാണ്. നോമ്പ് സമയത്ത് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള എന്നാൽ സിമ്പിളായിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ബിരിയാണി ചെമ്പട്ടി നമ്മൾ ചൂടാക്കിയെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർക്കുന്നത്, നെയ്യൊന്നുമല്ല ചേർക്കുന്നത്. ഇനി അതിലേക്ക് ഓയിൽ ചൂടായ ശേഷം 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, ഒരു 5-8 പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇത് മൂന്നും കൂടി ഈ ഒരു ഓയിലിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, നല്ലൊരു മണമായിരിക്കും ഉണ്ടാവുക. അപ്പം അതിനായിട്ട് ഈ ഒരു സ്റ്റെപ്പ് വിട്ടു പോകണ്ട. അപ്പോൾ ഇത് ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി അതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നോമ്പ് ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മസാല കുറച്ച് കുറവായിരിക്കും. സാധാരണ നമ്മൾ 1 കിലോ ചിക്കൻ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു 6 സവാളൊക്കെ എടുക്കും. ഇതിപ്പോൾ ഞാൻ 3 സവാള എടുത്തിട്ടുള്ളൂ, കാരണം നമുക്കിതിലേക്ക് മസാല കുറവാണ് വേണ്ടത്. നോമ്പ് ബിരിയാണിയുടെ ആ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മസാല കുറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ സവാള 3 സ്ലൈസ് ചെയ്തതും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം, നല്ലോണം സോഫ്റ്റായിട്ട് വരണം. അതുവരെ ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ സവോള നന്നായിട്ട് വഴണ്ട് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാറുണ്ട്. ചിക്കന് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്യുക. വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം തൈര് പുളി ഇല്ലാത്ത തൈരാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ പുളിയൊക്കെ നോക്കിയിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ ബാക്കിയുള്ളതിലൊക്കെ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും ചിക്കനിൽ മാരിനേഷനിൽ പിടിക്കാനുള്ള ഉപ്പ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കണം. അത് കുഴച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വയ്ക്കുക. കുറച്ച് നേരം കേട്ടോ, ബാക്കി റെഡി ആവുന്ന സമയം വരെ ഫ്രീസറിൽ വയ്ക്കുക. അപ്പം അരി തിളപ്പിക്കാനുള്ള വെള്ളം അവിടെ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ സവോള ഒന്ന് ഇടയ്ക്കൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. സവോള നല്ലോണം സോഫ്റ്റായിട്ട് വരണം കേട്ടോ. സവോള കുക്ക് ചെയ്യാണ്ട് നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മസാല അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. അപ്പം സവോള നന്നായിട്ട് സോഫ്റ്റായ ശേഷം നമ്മൾ ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ ഏകദേശം സവോള കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി അല്ലെങ്കിൽ 2 ചെറിയ തക്കാളി എന്തായാലും വേണം. പുളിക്ക് ഉള്ള ഒരു ആവശ്യത്തിന് കുറച്ച് തക്കാളി വേണം, എന്നാലും ഒരുപാട് എടുക്കണ്ട. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 2 ചെറിയ തക്കാളി കേട്ടോ. വലുതാണെങ്കിൽ 1 വലുതെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റി കൊടുക്കുക. നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ നോമ്പ് സമയത്ത് പ്രത്യേകിച്ച് ബിരിയാണി കഴിക്കുമ്പോൾ ഒരുപാട് മസാല ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണവും ടയർഡ്നെസ്സും വെള്ളം കുടിക്കാനൊക്കെ ഒരുപാട് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് മസാല കുറച്ച് നമ്മൾ നോമ്പ് സമയത്ത് ബിരിയാണി ഉണ്ടാക്കുന്നത്. എന്നാൽ നല്ല ടേസ്റ്റിയും ആയിരിക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ബിരിയാണി ഭയങ്കര യെല്ലോയിഷ് കളർ ആക്കണ്ട. മസാലയൊക്കെ നമ്മൾ ഒരുപാട് കുറയ്ക്കണം. പക്ഷേ ടേസ്റ്റിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ആവാനും പാടില്ല. അങ്ങനെ ആയിരിക്കണം ഈ ഒരു ബിരിയാണി. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കട്ടെ, നന്നായിട്ട് കുക്കാവട്ടെ. അപ്പോഴേക്കും നമുക്ക് വെള്ളം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കാം. ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലത്. ഞാൻ ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ, നേരിട്ട് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഒരു പിടി ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ അരിക്ക് ഒരു ചെറിയൊരു ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നീളമുള്ള അരിയാണ്. നിങ്ങൾക്ക് കൈമ റൈസ് കൊണ്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ പിന്നെ കൈമ റൈസിനേക്കാളും കൂടുതൽ ബിരിയാണിക്കൊക്കെ ഇഷ്ടം ഈ ഒരു റൈസാണ്. ഞാൻ ദേവായ ബ്രാൻഡ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 കപ്പ് അരിയാട്ടോ എടുത്തിട്ടുള്ളത്. 1 കിലോ ചിക്കനിലേക്ക് 250 ml കപ്പിലാണ് 4 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മസാല ഒന്ന് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം.
നല്ലോണം സോഫ്റ്റായിട്ട് വന്നോട്ടെ. എന്നാലേ ചിക്കനൊക്കെ ചേർത്താൽ നന്നായിട്ട് നമുക്ക് ആ ഒരു മസാല ഇല്ലാണ്ട് ചിക്കനല്ല ബിരിയാണി നല്ല ഫ്ലേവർഫുൾ ആവുള്ളൂ. ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് എരിവിനായിട്ട് നമ്മൾ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒരുപാട് ചേർക്കണ്ട. പച്ചമുളകിൻ്റെ എരിവ് കുഴപ്പമുണ്ടാവില്ല ബിരിയാണിക്ക്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു ഗ്രേവിയോട് കൂടിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മളിപ്പോൾ ചിക്കനിൽ അത്യാവശ്യം തൈര് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. കാരണം ചിക്കൻ കുക്കാവുന്ന സമയത്ത് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. നമുക്ക് ആ ഒരു വെള്ളം മതി ബിരിയാണി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നോമ്പായതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ ഏകദേശം ഒരു ടേസ്റ്റ് വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. ഞാനിപ്പോൾ ഇവിടെ റോസിനെ കൊണ്ടൊക്കെയാണ് ടേസ്റ്റ് നോക്കിച്ചിട്ടുണ്ടായിരുന്നത്, ഉപ്പ് പുളിയൊക്കെ. അപ്പം പാകത്തിനൊക്കെ നോക്കുക. തൈര് ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈരൊക്കെ ചേർക്കുമ്പം പുളിക്കനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മൾ കുറച്ച് മാത്രം തക്കാളി ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ തൈരാണ് നമ്മൾ കൂടുതലായിട്ടും ഇതിലേക്ക് ചേർക്കേണ്ടത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു മസാലയിൽ നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ നന്നായിട്ട് വേവട്ടെ. അത്യാവശ്യം ഒരു 80% ചിക്കന് വേവണം. എന്നിട്ട് നമ്മൾ ദമ്മിടുന്നത് കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അതുപോലെ അരി ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഒരു 7 മിനിറ്റൊക്കെ കൊണ്ട് നമുക്ക് അരി വെന്ത് കിട്ടും. അപ്പോൾ ഒരുപാട് വെന്ത് ഉടയാനൊന്നും പാടില്ല. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ മുമ്പത്തെ റെസിപ്പീസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അരിയുടെ വേവ് ഒരു 90% കുക്കായി കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ ദമ്മിടുമ്പോഴാണ് റെഡിയാക്കുന്നത്. ഈ ഒരു ബിരിയാണി കഴിക്കുമ്പം നമ്മൾ മസാല അങ്ങനെ സെപ്പറേറ്റ് കിടക്കാൻ പാടില്ല. എന്നാൽ അരിയല്ല ഓരോ പിടി നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്തും ആ ഒരു ബിരിയാണിയുടെ മണവും രുചിയൊക്കെ ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരു ബിരിയാണിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ചോറ് ഞാൻ വെന്ത ശേഷം വേഗം അത് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചോറ് അത്യാവശ്യം കുക്കായിട്ടുണ്ട്. എന്നാൽ വല്ലാണ്ട് കുക്കാവണ്ട. ബാക്കി നമുക്ക് ദമ്മിടുന്ന സമയത്താണ് കുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതവിടെ ഒന്ന് ചൂടാറാൻ വയ്ക്കുക. ചൂടാറാനല്ല, അവിടെ ഇങ്ങനെ തുറന്ന് വയ്ക്കുക കേട്ടോ, അടച്ച് വയ്ക്കരുത്. അതുപോലെ ചിക്കനൊക്കെ പുറത്തേക്ക് അത്യാവശ്യം വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ബിരിയാണി ദമ്മിടുന്ന സമയത്ത് കുറച്ച് താഴെ കുറച്ച് വെള്ളം വേണം, ഗ്രേവി വേണം. എന്നാലേ നമ്മൾ ദമ്മിടുമ്പോൾ കറക്റ്റായിട്ട് റെഡിയായി കിട്ടുള്ളൂ. ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് ചേർത്ത് കൊടുക്കുക പാനിലേക്ക്. ഞാനിപ്പം 6 kg ഗീയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പം 6 kg നെയ്യോട് ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇത്ര നെയ്യ് മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ, നെയ്യ്. പിന്നെ ബാക്കി നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, മല്ലിയില, പുതിനയില, പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, ജാതിപത്രി, സാജീരകം ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സംഭവം നമുക്ക് ഓരോ ലെയർ ദമ്മിടുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നെയ്യിലിങ്ങനെ വഴറ്റിട്ട് ഇട്ട് കൊടുക്കുമ്പം അതിൻ്റെ ഒരു മണവും ഉണ്ടാവും, നെയ്യിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം കൂടി ആയിട്ട്. ഈ ഒരു സ്റ്റെപ്പും വിട്ടുപോകരുത്. കാരണം ഇതാണ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഈ ഒരു ബിരിയാണിക്ക് കൊടുക്കുന്നത്. റൈസിലും ചിക്കൻക്കൊക്കെ ആ ഒരു നെയ്യിൻ്റെയും അതുപോലെ ഇതിൻ്റെയൊക്കെ മണം കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു മെത്തേഡാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ചോറ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഏകദേശം പകുതിയോളം ചോറ് ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ നെയ്യിൽ വഴറ്റിയെടുത്തില്ലേ, അതെല്ലാം കൂടി അതിൻ്റെ പകുതി ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഇട്ട് കൊടുക്കരുത് കേട്ടോ, നമുക്ക് ലാസ്റ്റ് കുറച്ച് മാറ്റി വയ്ക്കണം. ഇനി ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു 3-4 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു കയ്യിൽ നിറയെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അരി ഇങ്ങനെ വിട്ട് കിടക്കും, ഇങ്ങനെ കട്ട പിടിച്ച് പോകുന്നില്ല. ഏറ്റവും മുകളിൽ നമ്മൾ ഏത് ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഒരു 4-5 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് എണ്ണമയം വേണ്ട വിചാരിച്ചിട്ട് ഇത്ര മാത്രം ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് ബാക്കിയുള്ള നമ്മൾ നെയ്യിൽ വഴറ്റിയെടുത്തില്ല, അതിൻ്റെ മുകളിൽ ലെയർ ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. എന്നിട്ട്
ലിഡ് കൊണ്ട് അടച്ച് വെക്കുക. ഇനി ഇത് അരമണിക്കൂർ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അരമണിക്കൂർ നമ്മൾ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം അരമണിക്കൂർ അങ്ങനെ തന്നെ അടച്ച് വയ്ക്കുക. അപ്പം മൊത്തം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ബിരിയാണി തുറന്ന് നോക്കേണ്ടത്. അത് ഏതൊരു ബിരിയാണി ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അരമണിക്കൂർ ദമ്മിട്ട് അപ്പം തന്നെ ഓഫാക്കി അപ്പം തന്നെ തുറക്കരുത്. അത് കുറച്ച് നേരം ആ ഒരു ദമ്മിൽ കിടക്കണം. എന്നിട്ട് പിന്നെ ബിരിയാണി എടുക്കുമ്പോൾ പ്രത്യേക ഒരു മണവും പ്രത്യേക ഒരു രുചിയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ കാണുമ്പം മസാല ഒന്നും ഇല്ലാത്ത പോലെ തോന്നും. അപ്പം നമുക്ക് ആദ്യം വൈറ്റ് റൈസ് ഒന്ന് മാറ്റി വെക്കണം. എന്നിട്ട് പിന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വൈറ്റ് റൈസ് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ചോറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇങ്ങനെ കട്ട കുത്തിയിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം അധികം നെയ്യ് എണ്ണമായി ഒന്നും തോന്നാത്ത രീതിയിലുള്ള ഒരു ബിരിയാണിയാണ്. അതുപോലെ കണ്ടോ, അടിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ല ഡ്രൈ ആയിട്ട് കിടപ്പാണ്. പക്ഷേ നല്ല ഫ്ലേവർഫുള്ളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി ആയിരിക്കും. അപ്പം ഇങ്ങനെ മസാലയൊക്കെ കുറച്ചിട്ട് നോമ്പ് സമയത്ത് നമുക്ക് ഒരുപാട് മസാലയോട് കൂടിയിട്ടൊന്നും ബിരിയാണി ഒന്നും കഴിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ കഴിച്ച് പോകും അറിയാണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം നോമ്പ് ഭയങ്കര കഷ്ടമായിരിക്കും. അപ്പോൾ ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കുവാണെങ്കിൽ നോമ്പിൻ്റെ സമയത്ത് ഒരു കുഴപ്പമുണ്ടാവില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നോമ്പിൻ്റെ സമയത്ത് നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മസാലയൊക്കെ കുറച്ച് സ്പൈസസൊക്കെ ഒന്ന് കൂട്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കി നോക്കൂ. കിടിലം ടേസ്റ്റാണ്. എന്നാൽ നോമ്പിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടും ഷെയർ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ പുതിയൊരു റെസിപ്പിയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.